ശ്രീ ആർ വി രാജേഷ്, നോക്കൂ, അത്തരമൊരു നയതന്ത്ര ഇടപെടലിൽ എവിടെയെങ്കിലും പാളിച്ചകൾ പറ്റിയോ ഇന്ത്യൻ ഭരണകൂടത്തിനും ഇന്ത്യക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഈ സർക്കാരിന് മുന്നിൽ, കേന്ദ്ര സർക്കാരിന് പിന്നിൽ അണിനിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായിരുന്നു ഇന്ത്യ. പക്ഷേ ആ ഇന്ത്യക്ക് എവിടെയെങ്കിലും വീഴ്ചകൾ സംഭവിച്ചോ എന്നതിന്റെ മറുപടി പറയേണ്ടത് ഈ ഭരണകൂടമാണ്. സർവകക്ഷി യോഗത്തിലടക്കം പ്രതിപക്ഷം ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ ഇപ്പോൾ വെടിനിർത്തലിന് ശേഷവും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തിനെങ്കിലും മറുപടി കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ടോ? ഉണ്ടാകുമ്പോൾ എല്ലാ സാഹചര്യത്തിലും ഇന്ത്യയിലെ പ്രതിപക്ഷമടക്കമുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ രാജ്യത്തെ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുക, രാജ്യത്തോടൊപ്പം നിൽക്കുക എന്നുള്ള പ്രഥമമായൊരു കർത്തവ്യം നിറവേറ്റി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് തന്നെയാണ് ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം നടന്നിട്ടുള്ള ഈ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ള ഇന്ത്യയുടെ ജനങ്ങളുടെ ആവശ്യം. ആ ആവശ്യത്തോടൊപ്പം ഇന്ത്യയുടെ ഗവൺമെൻറ്റിനോടൊപ്പം കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യയുടെ പ്രതിപക്ഷ കക്ഷികൾ അതിന് കലവറയില്ലാത്ത പിന്തുണയാണ് നൽകിയിരുന്നത്. അപ്പോൾ അത്തരം ഒരു പിന്തുണ നിൽക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന് മറ്റ് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അവിടെ സൈന്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തു എന്നാണ് ഗവൺമെൻറ് അവകാശപ്പെട്ട് മുന്നോട്ട് പോയത്. അവിടെ സൈന്യം നടത്തിയിട്ടുള്ള മുന്നേറ്റം അല്ലെങ്കിൽ സൈന്യം പാകിസ്ഥാന് കൊടുത്തിട്ടുള്ള മറുപടി അതൊക്കെ പ്രശംസ അർഹിക്കുന്ന കാര്യമാണ്. അതിനൊന്നും ആർക്കും തർക്കം പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള പ്രഹരം തീർച്ചയായും പാകിസ്ഥാന് നൽകണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആഗ്രഹം. ഇന്ത്യയുടെ ഓരോ പൗരനും അത് ആഗ്രഹിക്കുകയാണ്. ഇത്തരം ഭീകരവാദം ഈ രാജ്യത്തിന് നേരെ ഒരിക്കലും പാകിസ്ഥാനെ പോലുള്ളൊരു ഭീകരരാഷ്ട്രം നടത്താൻ പാടില്ല. അങ്ങനെ നടത്താൻ ഇന്ത്യ അനുവദിക്കില്ല എന്നുള്ള വലിയ സന്ദേശമാണ് ഈ യുദ്ധത്തിൽ പാകിസ്ഥാന് നമ്മൾ നൽകിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇതിനകത്ത് ഗവൺമെൻറ്റിന് പാളിച്ച പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്നതിൽ ഈ കാര്യങ്ങൾ അവസാനമുള്ള വെടിനിർത്തൽ അടക്കമുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ആ പാളിച്ചയെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യേണ്ട സമയമായോ ഇല്ലയോ എന്നുള്ള ഒരു തർക്കമാണ് നിൽക്കുന്നത്. പക്ഷേ ഇന്നലെ നടത്തിയിട്ടുള്ള ഈ വെടിനിർത്തൽ കരാർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കരാർ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അങ്ങനെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ ഈ രാജ്യത്തെ സാധാരണക്കാരൻ പകച്ചു നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നറിയില്ല. ഇന്ത്യൻ സൈന്യം നടത്തിയ വലിയ മുന്നേറ്റം, ഇന്ത്യൻ സൈന്യം ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഇത്രയധികം ഡ്രോണുകളും ആക്രമണം നടക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചു നിന്ന അതിർത്തിയിലെ സേന, ആ സേനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ ആ സേനയുടെ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഈ രാജ്യമാണ്. പക്ഷേ ഈ രാജ്യം ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ, ഈ രാജ്യം നിർണായകമായ ഒരു പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഇന്ത്യയുടെ പരമാധികാരിയായി നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നേർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. ട്രംപ് രാത്രി ട്വീറ്റ് ചെയ്യുന്നു, ഇവിടെ വെടിനിർത്തലിന് അമേരിക്ക ഇടപെട്ട് ധാരണയുണ്ടാക്കിയിരിക്കുന്നുവെന്ന്. ഈ രാജ്യത്തിന് എന്താണ് സന്ദേശം കൊടുക്കുന്നത്? നമ്മുടെ ഒരു ചരിത്രമുണ്ടല്ലോ, രാജ്യത്തിൻ്റെ പരമാധികാരം ഒരിക്കലും അടിയറവ് വയ്ക്കാത്ത ചരിത്രമാണ് ഭാരതത്തിനുള്ളത്. 1956 ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആയതിനു ശേഷം ഇന്നേ വരെ ഒരു രാജ്യത്തിന് മുന്നിലും ഈ രാജ്യത്തിൻ്റെ പരമാധികാരം നമ്മൾ അടിയറവ് വച്ചിട്ടില്ല. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു ഫീല് ഒരു സാധാരണ പൗരനുണ്ടാകുന്നു. ഏതൊരു രാജ്യസ്നേഹിയായ പൗരനും അത്തരത്തിലുള്ളൊരു ചിന്തയുണ്ടാകുന്നു. എന്താണ് ഈ ഗവൺമെൻറ് പറയാനുള്ളത് എന്നുള്ളത് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. എല്ലാ ദിവസവും സൈന്യത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം പൊളിറ്റിക്കലി മോട്ടിവേറ്റായ, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഈ കാര്യങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു വല്ലാത്ത വൃത്തികെട്ട ഒരു രീതി ഭരിക്കുന്ന ഭരണവർഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ വലിയ നിർണായകമായ സന്ദർഭത്തിൽ, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ പോലും ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യമാണ്. നമുക്കറിയാം ഈ കാര്യത്തിൽ സൈന്യത്തിൻ്റെ തീരുമാനം, അല്ലെങ്കിൽ സൈന്യം നേടിയെടുക്കുന്ന വിജയമാണ്, അല്ലെങ്കിൽ ആ സൈന്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നു, സൈന്യത്തിന് തീരുമാനമെടുക്കാനുള്ള അധികാരം കൊടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഒരു തീരുമാനം ജനതയെ അറിയിക്കണ്ടേ? അമേരിക്കൻ പ്രസിഡന്റാണോ ഇന്ത്യ ഭരിക്കുന്നത്? അമേരിക്കൻ പ്രസിഡന്റാണോ ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയെ, ലോക ജനതയെ? തേർഡ് പാർട്ടി ആരാ? ഇവിടെ തേർഡ് പാർട്ടി ഇടപെടൽ, അല്ലെങ്കിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ, അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യ പറയുന്നത്. പക്ഷേ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അപ്പോൾ അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതൊരു ആശാസ്യകരമായ, അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന ഒരു തീരുമാനമല്ല ഗവൺമെൻറ് എടുക്കുന്നത്. അത് ഒരു കാരണവശാലും ഈ രാജ്യത്തിൻ്റെ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പരമാധികാരം, ആ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം, അത് പ്രഖ്യാപിക്കാനുള്ള ഒരു അധികാരം നമ്മളൊരു രാജ്യത്തിനും കൊടുത്തിട്ടില്ല. അത് വകവെച്ച് കൊടുക്കുകയും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ, എനിക്ക് സമയമുണ്ടോ എന്നറിയില്ല, അല്ലെങ്കിൽ ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ പറയാം. ഈ കുറച്ച് കാര്യങ്ങൾ പറയാൻ കൂടിയുള്ളൊരു അവസരം എനിക്ക് തരണം. അതിന് സമയമുണ്ടോ?
വേഗം പറഞ്ഞോളൂ. അല്ല, അതിനകത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ സൂചിപ്പിച്ച പോലെ നമ്മൾ 71-ലെ കാര്യങ്ങളെ സൂചിപ്പിക്കാതെ കടന്നു പോകാൻ കഴിയില്ല. ഷിംല കരാറിനെ കുറിച്ച് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് ഷിംല കരാർ 1972 ജൂണിൽ ഷിംല കരാർ ഉണ്ടായത്? ആ ഷിംല കരാർ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അത് എഗ്രിമെൻ്റ് ഓഫ് സറണ്ടർ ആണ്. 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമുണ്ടായ കാലഘട്ടം. ഇന്ദിരാഗാന്ധിയുടെ പ്രധാനം എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെ ചിത്രം വച്ച് സാധാരണ ആളുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്? അന്തരിച്ച് 40 വർഷം, രക്തസാക്ഷിയായി 40 വർഷം കഴിയുമ്പോൾ കോൺഗ്രസ് ഇന്ദിരാഗാന്ധി ഓർക്കാറുണ്ട്. എല്ലാ വർഷവും ഇന്ദിരാഗാന്ധിയുടെ ചരമദിനവും രക്തസാക്ഷി ദിനവും അതോടൊപ്പം ജന്മദിനവും ഒക്കെ കോൺഗ്രസ് ആചരിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ ഇന്ദിരാഗാന്ധി ഓർത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ആളുകൾ ഇന്ന് പല കാര്യങ്ങളും പറയുന്നത് എന്തുകൊണ്ടാണ്? അത് 71-ലെ ഇന്ത്യ പാകിസ്ഥാൻ വാറിനെ അടിസ്ഥാനമാക്കിയാണ്. പാകിസ്ഥാനിലൊരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഉണ്ടായപ്പോൾ അവിടെ ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഭൂരിപക്ഷം ഉണ്ടായപ്പോൾ പാകിസ്ഥാനിലെ പട്ടാള ഭരണകൂടം അത് അട്ടിമറിക്കാൻ ശ്രമിക്കുകയും അവിടെയുള്ള ഈസ്റ്റ് പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ഇന്നത്തെ ബംഗ്ലാദേശിലെ നേരെയുള്ള ജനങ്ങൾക്ക് നേരെ വലിയ കടന്നാക്രമണം അവിടെയുള്ള പാക് പട്ടാളം നടത്തുകയും ചെയ്തു. അത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളും അനുസരിച്ചാണ് 30,000-നും 3,00,000-നും അടുക്കലുള്ള ജനങ്ങളെയാണ് അവിടെ കൊന്നൊടുക്കിയത്. സ്ത്രീകളെ വ്യാപകമായി ബലാത്സംഗം ചെയ്തു, ജനങ്ങളെ വ്യാപകമായി കൊന്നൊടുക്കി. അതിനെതിരായിട്ടുള്ള ഇന്ത്യക്ക് കൈയും വിട്ട് നോക്കി. ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് അഭയാർത്ഥി പ്രവാഹമുണ്ടായി. 1 കോടിയിലധികം ആളുകൾ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി വന്നു. ആ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ മിലിറ്ററി ഇടപെടൽ ഉണ്ടായത്. ആ സാഹചര്യത്തിൽ തന്നെ ഇന്ത്യ ഇടപെടുന്നതിന് മുമ്പ് ഇന്ത്യ അങ്ങോട്ട് പോയി ആക്രമിക്കുകയല്ല ചെയ്ത്. ഇന്ത്യയുടെ എയർ സ്ട്രിപ്പുകൾ പാകിസ്ഥാൻ ആക്രമിച്ചു. അതിന് തൊട്ടടുത്ത ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞത് ഇന്ത്യ ഡിക്ലെയർസ് വാർ അഗെയിൻസ്റ്റ് പാകിസ്ഥാൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാന് മറുപടി കൊടുക്കാൻ ഇന്ത്യൻ സേനയെ അങ്ങോട്ടേക്ക് അയച്ച് ഈസ്റ്റ് പാകിസ്ഥാനിൽ അവിടെയുണ്ടായിരുന്ന പാക് പട്ടാളത്തെ മുഴുവൻ അവിടെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ആ യുദ്ധസമയത്ത് നമുക്കുള്ള എല്ലാം ഇവിടെ ശ്രീ ബ്രിഗേഡിയർ ഡോക്ടർ മോഹൻപിള്ള ഉണ്ട്. അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ആളാണ്. അതോടൊപ്പം തന്നെ ചരിത്രകാരനായ ശ്രീ AM ഷിനാസ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിനും ഈ ചരിത്രത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമുള്ള ആളുകളാണ്. അപ്പം നമുക്ക് ഈ കാലഘട്ടത്തിലെ ഒരു വലിയ മുന്നേറ്റം ഇന്ത്യ നടത്തിയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാനെ, നമ്മുടെ ഈസ്റ്റ് പാകിസ്ഥാനെ വെട്ടിമുറിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രം സ്ഥാപിച്ചുകൊണ്ട് ആ രാഷ്ട്രത്തിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാനെ ആ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാക്കി വാഴിച്ചുകൊണ്ട് ഇന്ത്യ എടുത്തിട്ടുള്ള ആ തന്ത്രപരമായ സൈനികമായ വലിയ ഇടപെടലുകൾ. ഇന്നത്തെ വലിയ സൈനിക ശേഷി ഇല്ലാതിരുന്ന ഒരു രാജ്യമാണ്. അവിടെയാണ് നമ്മൾ സോവിയറ്റ് യൂണിയൻ്റെ സഹായം തേടിയത്, ആ സോവിയറ്റ് യൂണിയനുമായി ട്രീറ്റി ഒപ്പുവെച്ചത്. അപ്പോൾ ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് രാഷ്ട്രീയമായ ഇടപെടലുകൾ, സൈനികമായ ഇടപെടലുകൾ, അതൊക്കെയാണ് അന്നത്തെ രാജ്യം ഭരിച്ച ഭരണാധികാരികൾ, ഇന്ത്യൻ സൈനിക മേധാവികൾ, ഇന്ദിരാഗാന്ധി അടക്കം മനേക്ഷ അടക്കമുള്ള ഇന്ത്യയുടെ അന്നത്തെ ഈ ഓപ്പറേഷന് നേതൃത്വം നൽകിയിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വവും അതോടൊപ്പം തന്നെ സൈനിക നേതൃത്വവും നടത്തിയിട്ടുള്ളത്. ആ ഒരു നിർണായകമായ ഇടപെടലാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് വലിയ തിരിച്ചടി കൊടുത്തുകൊണ്ട് ആ രാജ്യത്തെ ഇന്ത്യക്ക് നേരെ ഒരു ചൂണ്ടുവിരൽ കൊണ്ടുപോലും ഈ രാജ്യത്തെ ചൂണ്ടാനുള്ള ധൈര്യം കൊടുക്കാത്ത ഒരു രാഷ്ട്രമാക്കി പാകിസ്ഥാനെ പതിറ്റാണ്ടുകളൊക്കെ മാറ്റിയിരുത്തിയത് അത്തരത്തിലുള്ള ശക്തമായ മറുപടിയായിരുന്നു. ആ മറുപടി തീർച്ചയായും ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ പോലും ഇന്ദിരാഗാന്ധിയെ ഓർമ്മിക്കുന്നത്. അത് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അന്നും അമേരിക്കയുടെ ഇടപെടലുണ്ടായി. അമേരിക്ക അന്ന് പാകിസ്ഥാൻ്റെ പക്ഷത്താണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ഇന്ത്യക്ക് നേരെ 7th ഫ്ലീറ്റിനെ അയക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ, 7ാം നാവികപ്പട ഇന്ത്യയിലേക്ക് വരുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ, 7ാം നാവികപ്പട വരുന്നത് കൊള്ളാം, പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അതിർത്തിയിൽ കടന്നാൽ ആ 7ാം നാവികപ്പട തിരിച്ചു പോകണോ എന്ന് ഇന്ത്യ തീരുമാനിക്കും, ഇന്ത്യൻ സൈന്യം തീരുമാനിക്കും, ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിക്കും. ഒരൊറ്റ സൈനികരെയും തിരിച്ചയക്കില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ധൈര്യം കാണിച്ച ഭരണാധികാരി ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന രാജ്യമാണ്. അത്തരത്തിലുള്ള രാഷ്ട്രസ്നേഹികൾ ഭരിച്ചിരുന്ന രാജ്യമാണ്